നമസ്കാരം. നാം പ്രഭാമഠത്തിൽ ഗണനാഥൻ വൈദ്യര്. സത്മാർഗം ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നാം രേവതി നക്ഷത്ര ജാതർ ആവശ്യം അറിഞ്ഞിരിക്കേണ്ടവയെക്കുറിച്ച് മനസ്സിലാക്കിയിടാം. രേവതി നക്ഷത്രം മീനൻ രാശിയിൽ വരുന്ന നക്ഷത്രമാണ്. ആയതിനാൽ രേവതി നക്ഷത്രത്തിൽ ജനിക്കുന്നവരെ മീനക്കൂറുകാർ എന്ന് വിളിക്കപ്പെടുന്നു. മീനൻ രാശി ഒരു ഉഭയരാശി കൂടിയാകയാൽ ഈ രാശിയിലെ ജാതരായ രേവതി നക്ഷത്രക്കാർ പലപ്പോഴും ഇരട്ട വ്യക്തിത്വം വച്ചു പുലർത്തുന്നവരാണ് എന്ന് പറയപ്പെടാറുണ്ട്. അപ്രകാരം മറ്റുള്ളവർ പരാതിപ്പെടാറുമുണ്ട്. ചിലർക്ക് സ്വന്തം നാട്ടിലും അന്യനാട്ടിലും മാറി മാറി കഴിയേണ്ടി വരാറുണ്ട്. ചിലർ പ്രവാസികളായി മാറാറുണ്ട്. ഭാവി കാര്യങ്ങളെക്കുറിച്ച് വലിയ കണക്കുകൂട്ടലുകൾ ഉള്ള രേവതി നക്ഷത്രക്കാർ ധനപരമായ ഇടപാടുകളാൽ ബുദ്ധിമുട്ടുകൾ വരുത്തിവെച്ച് അത് അനുഭവിച്ചിടാറുണ്ട്, ദുഃഖപ്പെടാറുണ്ട്. പരോപകാരികളായ രേവതി നക്ഷത്ര ജാതരെ മറ്റാരെങ്കിലും തള്ളിപ്പറയുന്നതായി മനസ്സിലാക്കിയാൽ അവർ അത് പെട്ടെന്ന് മറന്നു കളയാറില്ല. നല്ല കഴിവും ബോധവും ഉണ്ടായിടുന്ന രേവതി നക്ഷത്ര ജാതരിൽ ചിലരിൽ ഞാൻ എന്ന ഭാവം കൊണ്ട് അഥവാ ആവശ്യമില്ലാത്ത അഹങ്കാര ഭാവം കൊണ്ട് പലപ്പോഴും അവരുടെ കഴിവിന് മറ്റുള്ളവർ കുറച്ച് കാണാറുണ്ട്. അവരെ പല അവസരങ്ങളിൽ നിന്ന് ഒഴിവാക്കാറുണ്ട്. നല്ല കലാകായിക ബോധമുള്ള രേവതി നക്ഷത്ര ജാതർ പ്രസന്നമായ വ്യക്തിത്വമുള്ളവരും ഹൃദ്യമായ പെരുമാറ്റമുള്ളവരുമാകുന്നു. എന്നാൽ ചില പിടിവാശികൾ കാരണമായി പലപ്പോഴും കുടുംബ കലഹങ്ങൾ വലുതായി പല ദുരിതങ്ങളും മനോവിഷമങ്ങളും അനുഭവിക്കാറുണ്ട്. പാരമ്പര്യത്തെ പറഞ്ഞ് പലപ്പോഴും ഇക്കൂട്ടർ ആവശ്യമില്ലാതെ ശത്രുക്കളെ സമ്പാദിക്കാറുണ്ട്, അപവാദങ്ങൾ കേൾക്കാറുണ്ട്. ഏത് കാര്യം ഏറ്റെടുത്താലും അത് മികവോടെ ചെയ്തു തീർക്കുവാൻ ശ്രമിക്കുന്ന രേവതി നക്ഷത്ര ജാതക്കാർ വ്യാപാരത്തിൽ കടങ്ങൾ വരുത്തി വയ്ക്കാറുണ്ട്. ആയതിനാൽ ധനപരമായ ഇടപാടുകൾ സൂക്ഷിച്ച് കൈകാര്യം ചെയ്തിടണം. സ്വഭാവത്തിൽ സ്ഥിരതയില്ല എന്ന് പലപ്പോഴും പരാതി വരാറുണ്ട്. എങ്കിലും സ്വന്തം വീടിനോട് സ്നേഹമുള്ളവരായിരിക്കും. എല്ലാവരോടും അടുത്ത് ഇടപഴകുമെങ്കിലും ആവശ്യം വരുമ്പോൾ അധികവും ഇവർ ഒറ്റപ്പെട്ടു പോകാറുണ്ട്. ആർക്കും കീഴടങ്ങി പ്രവർത്തിക്കുവാൻ രേവതി നക്ഷത്ര ജാതർ അത്ര എളുപ്പം തയ്യാറാകാറില്ല. എങ്കിലും അടുപ്പമുള്ളവരോട് അവർ മനസ്സ് തുറന്ന് സംസാരിക്കാറുണ്ട്. സ്വന്തം അറിവുകൾ പൂർണ്ണമായും പ്രയോജനപ്പെടുത്തുവാൻ കഴിയുന്നില്ല എന്ന് വിഷമം എപ്പോഴും ഇവർക്കുണ്ടാകും. രേവതി നക്ഷത്ര ജാതർ മദ്യപാനം, പുകവലി ഇവയാൽ വലിയ ക്ലേശങ്ങളിൽ പെട്ടുപോകുവാൻ സാധ്യതയുള്ളവരാണ്. ആകയാൽ മദ്യപാനം, പുകവലി ഇവ ചെയ്തിടരുത്. മദ്യപാനവും പുകവലിയിൽ നിന്നും വിട്ടുനിൽക്കുവാൻ ശ്രമിച്ചിടണം. ലഹരി പദാർത്ഥങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കുവാൻ പ്രത്യേകം ശ്രദ്ധിച്ചിടണം. രേവതി നക്ഷത്രത്തിൽ പിറന്ന സ്ത്രീകൾ പൊതുവേ സത്സ്വഭാവികളും കർമ്മോന്മുഖരും ആവശ്യഘട്ടങ്ങളിൽ ബന്ധുബലമുണ്ടാകുന്നവരും വീട്ടുകാര്യങ്ങളെ നോക്കി നടത്തുവാൻ പ്രാഗൽഭ്യമുള്ളവരുമായിരിക്കും. വാക്ചാതുര്യവും കലാകുശലതയുമുള്ള രേവതി നക്ഷത്രജാതരായ സ്ത്രീകൾ സ്വതന്ത്ര ബുദ്ധിയുള്ളവർ കൂടിയാകുന്നു. ആകയാൽ പലപ്പോഴൊക്കെ അപവാദങ്ങൾ കൊണ്ട് മറ്റുള്ളവർ ഇവരെ തളർത്തുവാൻ ശ്രമിക്കാറുണ്ട്. എന്നാൽ ശ്രമിച്ചാൽ എന്തിനേയും അതിജീവിപ്പാൻ രേവതി നക്ഷത്ര ജാതർക്ക് കഴിയും എന്നുള്ളത് എടുത്തു പറയേണ്ട ഒരു സവിശേഷത തന്നെയാണ്. കാൽവേദന, വാദം, കവചമായ അസ്വസ്ഥത, വെരിക്കോസ്, ഉദരരോഗം, വൃക്ക സംബന്ധമായ രോഗങ്ങൾ ഇവ വരാതെ സൂക്ഷിച്ചിടണം. അതിനനുസൃതമായ വ്യായാമവും ഭക്ഷണക്രമവും ഒക്കെ തുടക്കത്തിൽ തന്നെ ശീലിച്ചിടുന്നത് ഗുണകരം തന്നെയാണ്. രേവതി നക്ഷത്രത്തിൻ്റെ ദേവത പുഷാവ് ആണ്. ഓം പൂഷണേ നമഃ എന്ന് ചൊല്ലി പുഷാവ് ദേവതാപ്രീതി വരുത്തിയിടാവുന്നതാണ്. രേവതി നക്ഷത്രനാഥൻ ബുധനാകയാൽ ബുധനാഴ്ച വ്രതം, ഏകാദശി വ്രതം ഇവ അനുഷ്ഠിച്ചിടുന്നത് ഗുണകരം തന്നെയാണ്. ഓം ബ്രാം ബ്രീം ബ്രൗം സ ബുധായ നമഃ എന്ന് ചൊല്ലി ബുധപ്രീതി വരുത്തിയിടാവുന്നതാണ്. രാശിനാഥൻ ഗുരു അഥവാ വ്യാഴൻ അഥവാ ബൃഹസ്പതി ആകയാൽ ഓം ഗ്രാം ഗ്രീം ഗ്രൗം സഹ
ഗുരവേ നമഃ എന്ന് ചൊല്ലി ഗുരുപ്രീതി വരുത്തിയിടാവുന്നതാണ്. ശ്രീകൃഷ്ണ ക്ഷേത്ര ദർശനം നടത്തി ഗോവർദ്ധന മന്ത്രാർച്ചന നടത്തിയിടുന്നതും സുദർശന മന്ത്രാർച്ചന നടത്തിയിടുന്നതും കർമ്മതടസ്സം മാറിയിടുന്നതിനും ആയുരാരോഗ്യ സൗഖ്യവും കുടുംബ സൗഖ്യവും ലഭിച്ചിടുന്നതിനും ഗുണകരമാണ്. അതിനനുസരിച്ചിട്ടുള്ള കർമ്മവും അത്യാവശ്യമാണ് കേട്ടോ. കിടക്കുന്ന മുറിയിൽ പിടിയാനിയുടെ പടം വച്ചിടുന്നതും പിടിയാനയെ പരിപാലിക്കുന്നതും ഗുണകരമാണ്. നിയമം മറികടന്ന് പിടിയാനെ കാണാനൊന്നും പോയിടരുതേ. തെക്ക് ദിക്ക് ഗുണകരം തന്നെയാണ്. വീട്ടിലെ തെക്ക് വശത്തുള്ള മുറിയിൽ നമ്മുടെ മുറിയാക്കുന്നത് നല്ല ഗുണകരമായിരിക്കും. ശരീരം എപ്പോഴും വൃത്തിയായി സൂക്ഷിക്കണം, പ്രത്യേകിച്ച് കക്ഷവും കാൽപാദവുമൊക്കെ കേട്ടോ. പയർ ഉചിതമായ രീതിയിൽ കഴിച്ചിടുന്നത് ശരീരത്തിന് പ്രത്യേകിച്ച് ഗുണകരമായിരിക്കും. നിത്യവും ധ്യാനിക്കുന്നതും ആകാശം, മയിൽ ഇവയുടെ പടം മുറിയിൽ വച്ചിടുന്നതും ഗുണകരമാണ്. പാദം സൂക്ഷിച്ചിടണേ. മറ്റുള്ളവരെ സഹായിക്കുമ്പോൾ സ്വന്തം കാര്യം കൂടി ശ്രദ്ധിച്ചിടണമെന്നുകൂടി രേവതി നക്ഷത്രക്കാരെ നാം ഓർമ്മിപ്പിക്കുന്നതാണ്. അനുബന്ധ കാര്യങ്ങൾ അടുത്ത വാരത്തിൽ. ലോകാ സമസ്ത സുഖിനോ ഭവന്തു.